ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പുതിയ കേസ് കൂടി വരുന്നു എന്ന മട്ടിൽ ന്യൂസ് മലയാളം 24 ഇന്ന് പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ്, അത് മുമ്പ് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പിന്റെ മറ്റൊരു വേർഷനാണ്, അല്ലെങ്കിൽ ആ ശ്രേണിയിൽപ്പെട്ട പല സംഭാഷണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് പുതിയൊരു കേസാണെന്നും മറ്റൊരു പെൺകുട്ടിയെ രാഹുൽ പീഡിപ്പിച്ചു എന്ന മട്ടിലുമൊക്കെ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതവുമാണ്. ആദ്യമേ എൻ്റെ പ്രേക്ഷകരോട് പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണമെന്ന നിലപാട് തന്നെയാണ് എനിക്കുള്ളത്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ശിക്ഷിക്കാൻ എന്തു തെളിവുകളാണുള്ളത്, എന്ത് വിവരങ്ങളാണുള്ളത്, എന്ത് മൊഴിയാണുള്ളത്, എന്തു പരാതിയാണുള്ളത് എന്ന ചോദ്യമാണ് ഞങ്ങൾ ആവർത്തിക്കുന്നത്. നോക്കുക, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഓഡിയോ ക്ലിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഡിയോ ക്ലിപ്പ് ന്യൂസ് മലയാളം 24 പുറത്തുവിടുകയും മറ്റു ചാനലുകൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ട് പിന്നെ എന്താണ് സംഭവിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി പോരാടാൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഇനി എന്ത് വന്നാലും അതിനെയെല്ലാം ചെറുത്തു തോൽപ്പിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ, ധൈര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സകല ചോദ്യങ്ങൾക്കും മാധ്യമങ്ങൾക്കും മറുപടി നൽകിയിട്ടുണ്ട്. ആ മറുപടികൾ അങ്ങനെ നിലനിൽക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചോടി ഒന്നും പറഞ്ഞില്ല, പേടിച്ചു വിറച്ചു എന്ന മട്ടിലൊക്കെയുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നുണ്ട്. ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയന്നിരിക്കുകയാണോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയോ? രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ഏറ്റു പറഞ്ഞോ? താൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായി രാഹുലിൻ്റെ തന്നെ വാർത്താ സമ്മേളനം നമുക്ക് ഒന്ന് ഡീകോഡ് ചെയ്യാം. ആദ്യം രാഹുലിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നു, ഈ ഓഡിയോ രാഹുലിൻ്റെ ആണ് എന്ന് പറഞ്ഞ് പുറത്തുവിട്ട മാധ്യമങ്ങൾ തന്നെ രാഹുലിനോട് ചോദിക്കുന്നു, രാഹുലെ, ആ ഓഡിയോ രാഹുലിൻ്റെ തന്നെയാണോ എന്ന്. അത് തന്നെ വലിയ വിരോധാഭാസമാണ്. കാണാം. അല്ല, ആ അന്വേഷണം നടക്കുകയല്ലേ സഹോദര. നിങ്ങൾ ആ വോയിസ് എന്നാ പിന്നെ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. അല്ല, എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഞാനത് പറഞ്ഞല്ലോ. നിങ്ങളിത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളിത് എന്റേതാണെന്ന് പറഞ്ഞ് ആധികാരികമായി കൊടുത്തിട്ട് പിന്നെ എന്നോട് ചോദിക്കുന്നില്ല ഇത് നിങ്ങളുടെയാണോ ചോദിക്കുന്നില്ല. അതിന്റെ ആ ചോദ്യത്തിന്റെ അതാണോ അല്ലയോ, അത്തരം കാര്യങ്ങൾക്കെല്ലാം ഇത് കഴിഞ്ഞു പോയിട്ടില്ലല്ലോ. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറയുന്നുണ്ടല്ലോ. ആദ്യത്തെ ദിവസം നോക്കുക, മാധ്യമങ്ങളുടെ ആ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുടുക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തു, രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് മാധ്യമങ്ങൾ വിധി എഴുതിയ ശേഷം അതിലേക്ക് രാഹുലിനെ കൊണ്ടുവന്ന് ചാടിക്കുകയാണ്. ഈ ഓഡിയോ നിങ്ങളുടെ തന്നെയാണോ? അപ്പോൾ രാഹുൽ എന്താ പറയുന്നത്? അതെൻ്റെ ആണോ അല്ലയോ എന്ന് ഉറപ്പില്ലാതെ നിങ്ങൾ എന്തിനാ കൊടുത്തത്? മാന്യമായ ചോദ്യമാണ്, മാന്യമായ മറുപടിയാണ്. രണ്ടാമത് ചോദിക്കുന്നു, നിങ്ങൾ ഡിഫർമേഷൻ കേസ് ഫയൽ ചെയ്യുമെന്ന്. അപ്പോൾ രാഹുൽ എന്താ പറയുന്നത്? കേസ് മുന്നോട്ട് പോകട്ടെ, കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയല്ലേ, ഞാനത് പറയേണ്ട സമയത്ത്, ഉചിതമായി ഇടപെടേണ്ട സമയത്ത് ഇടപെടാം. ഇതല്ലാതെ ഇതിൽ എന്ത് മറുപടിയാണ് കൊടുക്കാനുള്ളത്? പക്ഷേ ഈ മറുപടികളൊന്നും മാധ്യമങ്ങളെ തൃപ്തിപ്പെടുത്തുന്നില്ല, മാധ്യമ പ്രവർത്തകരെ തൃപ്തിപ്പെടുത്തുന്നില്ല. അവർ വീണ്ടും വീണ്ടും രാഹുലിനെ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അല്ലേ, ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ. ആ അന്വേഷണം പൂർത്തീകരിച്ചിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, പിന്നീട് ഇപ്പോൾ നിങ്ങളുടെ ആക്ഷൻസ് ആണല്ലോ നടക്കുന്നത്, ആ അന്വേഷണം കൂടി കഴിയട്ടെ. അന്വേഷണം കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താണ് റിയാക്ട് ചെയ്യേണ്ടത്, എപ്പോൾ റിയാക്ട് ചെയ്യണം, എങ്ങനെയൊക്കെ നിയമപരമായി മുന്നോട്ട് പോകണമെന്ന് അത് തീരുമാനിക്കാനുള്ള അവകാശം അത് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. നിങ്ങൾ പറയുമ്പോഴല്ലോ ഞാൻ വിശദീകരണം തരുന്നത്. അന്വേഷണം, ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. അന്വേഷണത്തിൽ ഞാൻ തീരുമാനിച്ച, അല്ലെങ്കിൽ ഞാനുമായി ബന്ധമുള്ള ആളുകൾ തീരുമാനിച്ച, നിയമവിദഗ്ധരുമായി ആലോചിച്ചപ്പോൾ തീരുമാനിച്ച ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങും. അതുപോലെ തന്നെ പിന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ, നിയമപരമായി എന്തെല്ലാം പോരാട്ടം വരാനിരിക്കുന്നു, എൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെല്ലാം നിയമപരമായ പോരാട്ടം വരാനിരിക്കുന്നു, അതിനൊക്കെ സമയമുണ്ടല്ലോ. എന്തിനു തിരക്കുകൂട്ടുന്നത്? നോക്കുക, എത്ര കൃത്യമായാണ് രാഹുൽ മറുപടി പറയുന്നത്. ഇതിനപ്പുറം ഇയാൾ എന്ത് മറുപടിയാണ് പറയേണ്ടത്? രാഹുലിന് അഭിഭാഷകനുണ്ട്, നിയമവിദഗ്ധരുണ്ട്, അവരുമായി കൂടിയാലോചിച്ച് ഈ കേസിൻ്റെ ഏത് ഘട്ടത്തിലാണോ ഇടപെടേണ്ടത് ആ ഘട്ടത്തിൽ ഇടപെടാൻ രാഹുൽ തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നിയമ പോരാട്ടങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് എന്ന് രാഹുൽ തീർത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് നിയമപരമായി തന്നെ ഇതിനെ നേരിടും, നിയമപരമായി തന്നെ ഞാൻ മുന്നോട്ട് പോകുമെന്ന് രാഹുൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത എന്താണ്? രാഹുൽ ഒളിച്ചോടി, മറുപടി പറഞ്ഞില്ല.
തൻ്റെ ഓഡിയോയാണോ എന്ന ചോദ്യത്തിൽ സ്ഥിരീകരണം നൽകിയില്ല എന്നൊക്കെയാണ്. പ്രേക്ഷകരെ മണ്ടന്മാരാക്കുകയാണ് മാധ്യമങ്ങൾ. ഇതിൽ പരം ഒരു കേസിലെ പ്രതിയായിരിക്കുന്ന ഒരാൾ എത്ര വ്യക്തമായി സംസാരിക്കണമെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഇനി ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ, നിങ്ങൾക്ക് വേറൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഒരു കേസിൽ പ്രതിയായിരിക്കുന്ന ഒരാൾ, ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു, അതിനിടയിൽ മാധ്യമങ്ങൾ എന്തൊക്കെയോ തെളിവുകൾ എന്ന് പറഞ്ഞ് പുറത്തുവിടുന്നു. ഇതിനോട് പ്രതികരിക്കേണ്ട ബാധ്യത ആ കേസിലെ പ്രതിക്കുണ്ടോ? അദ്ദേഹത്തിന് മുന്നിൽ പോലീസുണ്ട്, അന്വേഷണ സംഘമുണ്ട്, കോടതിയുണ്ട്. അവിടെയാണ് തൻ്റെ നിരപരാധിത്വം അയാൾക്ക് പ്രാഥമികമായി തെളിയിക്കേണ്ടത്. അവിടെ അയാൾ നിരപരാധിത്വം തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ നൽകുന്ന ക്ലീൻ ചിറ്റ് കിട്ടിയാലേ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയൂ എന്ന മട്ടിലൊരു പൊതുബോധം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറയും, പ്രേക്ഷകർ പറയും, നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിലും കൃത്യമായി വ്യക്തതയോടെ ഇതിൽ കൂടുതൽ എന്താണ് ജനങ്ങളോട് പറയേണ്ടത്? അതിനൊക്കെ സമയമുണ്ടല്ലോ. എന്തിനാ തിരക്ക് കൂട്ടുന്നത്? നിങ്ങളെന്തിനാ തിരക്ക് കൂട്ടുന്നത്? നിങ്ങളെന്തിനാ തിരക്ക് കൂട്ടുന്നത്? പുതിയതല്ലല്ലോ. നിങ്ങൾ തിരിച്ചും മറിച്ചും ഒരേ കാര്യം തന്നെയല്ലേ പറയുന്നത്? നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഒരേ കാര്യം തന്നെയല്ലേ തിരിച്ചും മറിച്ചും. ഇപ്പൊ ഈ ഓഡിയോ വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് ഇപ്പൊ വന്നത്? അത് ആർക്കും മനസ്സിലാകാത്ത, ഇതാർക്കും ഗൂഗിളെ ഇതാർക്കും ഇനി അല്ല, ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയുന്നത്? ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയുന്നത്? ഞാൻ നിങ്ങൾക്കെതിരെ, സഹോദര, ഞാൻ നിങ്ങൾക്കെതിരായിട്ട് അല്ല, ആ വ്യക്തത ഞാൻ വരുത്തുമെന്ന് പറഞ്ഞല്ലോ. ആ വ്യക്തത വരുത്തേണ്ടുന്ന സമയത്ത് ഞാൻ വരുത്തും. നിങ്ങൾ എന്നോട് ചോദിക്കാതെ, സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആരെ പറ്റിയെങ്കിലും, ഇപ്പോൾ ഗൂഗിളിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടി, അത് ഗൂഗിളിൻ്റെതാകാതിരിക്കാം, കിട്ടിക്കഴിഞ്ഞാൽ ആ ഗൂഗിളിൻ്റെ സേ കൂടി എടുക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനം. ആ സേ എടുക്കാതെയല്ലേ നിങ്ങൾ ആധികാരികമായി എൻ്റേതാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നു. പിന്നെ എന്നോട് എന്തിനാണ് ഇത് ചോദിക്കുന്നത്? ഇനി എൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾ എൻ്റേതാണെന്ന് പറഞ്ഞിട്ട് ഒരു ഓഡിയോ പുറത്തു വിടുന്നു, പിന്നെ അത് എൻ്റേതാണോ എന്ന് ചോദിക്കുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത്? അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, ഈ മാധ്യമ പ്രവർത്തകരുടെ ഒരു ഭാഷ, അവരുടെ ഇടപെടൽ, രാഹുലിനെ ഒന്നും പറയാൻ സമ്മതിക്കാതെ കടിച്ചു കീറുന്ന വിധത്തിൽ, രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന വിധത്തിൽ, ആരൊക്കെയോ തയ്യാറാക്കി കൊടുത്ത തിരക്കഥ നടപ്പാക്കുന്ന വിധത്തിലല്ലേ മാധ്യമങ്ങൾ ഇടപെടുന്നത്? ഇതുപോലെ പിണറായി വിജയനോട് എന്തെങ്കിലും ചോദ്യം ഈ ശബരിമല കൊള്ള വിഷയത്തിൽ ഇതുപോലെ ചോദിക്കാൻ മാധ്യമങ്ങൾക്ക് നട്ടലുണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകട്ടെ, ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവർ സസ്പെക്ട് ലിസ്റ്റിലിട്ടിട്ടുള്ള ആളുകളാണ് കടകംപള്ളി സുരേന്ദ്രനും VN വാസവനും ഒക്കെ. ഇവരോട് ഇങ്ങനെ വളഞ്ഞിട്ട് ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഈ മാധ്യമങ്ങൾക്കുണ്ടോ? C കൃഷ്ണകുമാർ എന്ന് പറയുന്ന പാലക്കാട്ടെ നേതാവിനെതിരെ, BJP നേതാവിനെതിരെ എന്തൊക്കെ അലിഗേഷൻസ് ആണ് ഒരു സ്ത്രീ ഉയർത്തിയത്? അന്ന് C കൃഷ്ണകുമാറിന് ഇതുപോലെ വളഞ്ഞിട്ട് ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ടായിരുന്നോ? അതായത് കോൺഗ്രസ് ആണ്, UDF ആണ്, ആർക്കും എന്തും ചെയ്യാം, അവർ സാത്വികന്മാരാണ്, അവർ തിരിച്ച് ഒന്നും പറയില്ല എന്ന ഒരു ധൈര്യത്തിൽ മാധ്യമങ്ങൾ അങ്ങ് കടന്നാക്രമിക്കുകയാണ്. ഇവിടെ രാഹുൽ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ ചില ചോദ്യങ്ങൾ മാധ്യമങ്ങളോട്. നിങ്ങൾ എന്താണ് ഇത് ഇപ്പോൾ പുറത്തുവിട്ടത്? എന്തുകൊണ്ടാണ്? പഴയ ഒരു ഓഡിയോ ആണ്, പഴയ സംഭവങ്ങളാണ്, ഇതിൻ്റെ ഒരു ഭാഗം നേരത്തെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് പുറത്തുവിട്ടത്? ആ ചോദ്യത്തിന് എന്താണ് മറുപടി ഇല്ലാത്തത്? ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പുതിയ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് ഈ സമയത്ത്, ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, UDFിലെ വിമത ശബ്ദങ്ങളൊക്കെ പിന്മാറുന്ന സമയത്ത്, UDF വലിയ മുന്നേറ്റമുണ്ടാക്കി പാലക്കാട് BJPയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി വെല്ലുവിളിച്ച അന്നേ ദിവസം ഇത് പുറത്തുവിടാനുള്ള കാരണം എന്താണ്? ഇത് കുറേ കാലമായിട്ട് കയ്യിലിരിക്കുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആയിരിക്കാം, കാരണം ഇതിൻ്റെ ഓഡിയോയുടെ പല ഭാഗങ്ങളും ഇതിനു മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ മാധ്യമങ്ങളുടെ കൈവശം ഉള്ളത് ആയിരിക്കണം. അതെൻ്റെ ഒരു ഊഹമാണ്. എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് നേരത്തെ പുറത്തുവിട്ടാൽ എന്തായിരുന്നു കുഴപ്പം? അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളായിട്ട് മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഇത് ആധികാരികമായ ഫോൺ സംഭാഷണമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, ഈ ഫോൺ സംഭാഷണത്തിൻ്റെ മുഴുവൻ ഭാഗവും എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? ഈ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് ചെറിയൊരു ഭാഗം മാത്രം പുറത്തുവിടുന്നത് എന്താണ്? ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എവിടെ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നും നിയമപരമായ പോരാട്ടം തുടങ്ങുമെന്നും അന്വേഷണ സംഘം അന്വേഷണം പൂർത്തിയായതിനു ശേഷം ഇതെല്ലാം ആരംഭിക്കുമെന്നും വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും രാഹുൽ ഒളിച്ചോടി, പേടിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് മാധ്യമ പ്രവർത്തനത്തിന് യോജിച്ചതല്ല. അത് സത്യമല്ല, വാസ്തവമാണ്. നിങ്ങൾ തന്നെ പറയാ, നിങ്ങളിത് കണ്ടിട്ട് പറയാ, രാഹുലിന്റെ മറുപടി കേട്ടിട്ട് പറയാ. അല്ല എൻ്റെ നിരപരാധിത്വം ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയിലാണ്, മാധ്യമ കോടതിയിലല്ല.
നീതിന്യായ കോടതിയിൽ എൻ്റെ നിരപരാധിത്വം വളരെ കൃത്യമായി ഞാൻ ബോധ്യപ്പെടുത്തും. ബോധ്യപ്പെടുത്തിയതിന് ശേഷം എനിക്ക് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ടല്ലോ, ഒരുപാട് സോഴ്സ്, മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ മാധ്യമ സ്ഥാപനമല്ല ഉദ്ദേശിച്ചത്, ഒരുപാട് മീഡിയ സോഴ്സസ് ഉണ്ടല്ലോ. ഞാൻ ജനങ്ങളോട് കൃത്യമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വളരെ കൃത്യമാണ്. എൻ്റെ നിരപരാധിത്വം ഞാൻ കോടതിയിൽ തെളിയിക്കുമെന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, നിരപരാധിയാണ് എന്ന് അയാൾ തന്നെ പറയുന്നു. ആ സ്റ്റേറ്റ്മെൻ്റാണിത്. ഇത് കണ്ടിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചോര കുടിക്കാൻ നടക്കുന്ന, വളഞ്ഞിട്ട് ആക്രമിക്കാൻ നടക്കുന്നവർക്ക് കാര്യം മനസ്സിലായില്ലേ? രാഹുൽ ഈ വിഷയത്തിൽ ഒന്നും പറയുന്നില്ല എന്നാണ് ഇത്രയും കാലം എല്ലാവരും പറഞ്ഞിരുന്ന ആരോപണം. ഇപ്പോൾ ഈ രാഹുൽ ഇത്രയും നേരം പറഞ്ഞതിനകത്ത് എന്തൊക്കെയുണ്ട്? ഒന്ന്, ഞാൻ തെറ്റുകാരനല്ല, ഞാൻ നിരപരാധിയാണ്, എൻ്റെ നിരപരാധിത്വം തെളിയിക്കും എന്ന് രാഹുൽ പറഞ്ഞിട്ടുണ്ട്. അതും കോടതിയിലൂടെ തന്നെ നിയമപരമായ മാർഗത്തിലൂടെ തെളിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട്, തനിക്ക് പറയാനുള്ളതെല്ലാം തൻ്റെ നിരപരാധിത്വം തെളിയിച്ചതിന് ശേഷം വ്യക്തമായി ജനങ്ങളെ അറിയിക്കും, മാധ്യമങ്ങളിലൂടെ അറിയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിയമ പോരാട്ടം വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് പറയുന്നു. അതായത് തന്നെ കുടുക്കിയതാണ്, തനിക്കെതിരായി ആരോപണങ്ങൾ പടച്ചുവിട്ടതാണ്. അപ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്തൂടെ എന്നൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ടല്ലോ. അതിനുള്ള മറുപടിയാണ് രാഹുൽ പറഞ്ഞത്. താൻ ശക്തമായ നിയമ പോരാട്ടം ആരംഭിക്കും എന്ന് രാഹുൽ തീർത്ത് പറയുകയാണ്. അതുപോലെ തന്നെ അടുത്തത് എന്താണ് പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് ഇപ്പോഴൊന്നും പറയുന്നില്ല, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല. രാഹുൽ എന്താ പറയുന്നത്? മാധ്യമങ്ങളുടെ കോടതിയിലല്ല തെളിയിക്കേണ്ടത്, നിയമപരമായി നീതിന്യായ വ്യവസ്ഥയിൽ കോടതിയിലാണ് തെളിയിക്കേണ്ടത്. അതുപോലെ തന്നെ രാഹുൽ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കാത്തത് ഈ കേസ് നടക്കുന്നതുകൊണ്ടാണ്. അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടന്ന് കുറ്റപത്രം സമർപ്പിക്കട്ടെ, അതിനുശേഷം താൻ പറയാനുള്ളത് മുഴുവൻ പറയുമെന്ന് രാഹുൽ കൃത്യമായി പറയുന്നുണ്ട്. എന്നിട്ടും ഇവിടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന എന്താണ്? രാഹുൽ ഓടി, പേടിച്ചോടി, ഒന്നും മിണ്ടുന്നില്ല, രാഹുൽ ഒളിച്ചോടി, രാഹുൽ ഒളിവിലാണ് എന്ന മട്ടിലൊക്കെയാണ്. ഇതാണ് മാധ്യമങ്ങൾ നടത്തുന്ന വലിയ തോതിലുള്ള മാനിപ്പുലേഷൻ. ഒരാൾ പറയുന്നത് അതേ രീതിയിലല്ല ജനങ്ങളിലേക്ക് എത്തുന്നത്. പലതരത്തിലുള്ള മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. രാഹുൽ ധീരമായി കേസിനെ നേരിടും, നിയമപരമായി പോരാട്ടം തുടരുമെന്നൊക്കെ ഉറപ്പിച്ചു പറഞ്ഞിട്ടും മാധ്യമങ്ങൾ അത് ചുറ്റിത്തിരിച്ച് വളച്ചാണ് കൊടുക്കുന്നത്. BJPയുടെ CPMൻ്റെയും കാര്യം നോക്കൂ. ഇപ്പോഴും രാഹുൽ നിരപരാധിയാണ്, ഞാൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞിട്ടും രാഹുൽ തെറ്റുകാരനാണ്, രാഹുലിനെ പുറത്താക്കണം, രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേസ് കോടതിയിൽ എത്തട്ടെന്നേ, അത് നിയമപരമായി അതിലെ അന്തിമ വിധി വരട്ടെന്നേ. അതിനു മുമ്പ് രാഹുലിനെ കടിച്ചു കീറാൻ എന്താണ് മാധ്യമങ്ങൾക്ക് ഇത്ര തിടുക്കം? എന്തായാലും ആദ്യമായി എന്ന് പറയുന്ന വിധത്തിൽ ഹാലിളകി വന്ന മാധ്യമപ്പടയെ രാഹുൽ വളരെ 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 കൃത്യമായി അടിച്ചിരുത്തിയിരിക്കുകയാണ്. രാഹുലിൻ്റെ പതനം, രാഹുൽ ഒളിച്ചോടും, വീട്ടിലടച്ചിടും, രാഹുലിന് തിരിച്ചു വരില്ല എന്ന് കരുതിയിരുന്ന ഈ ഒരൊറ്റ ഓഡിയോ ക്ലിപ്പിലൂടെ രാഹുലിൻ്റെ മുന്നേറ്റം തടയാമെന്ന് കരുതിയിരുന്ന CPMനും BJPക്കും അത് വലിയ തിരിച്ചടി കൂടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.